സുൽത്താൻ സാർ ഇവിടെ സംസ്ഥാന പ്രസിഡന്റ്, അജിതാ ഘോഷ് ദളിത് ആക്ടിവിസ്റ്റ്, എഴുത്തുകാരൻ, OA നാസർ വെൽഫെയർ പാർട്ടി പറവൂർ മണ്ഡലം സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, അലിക്കുഞ്ഞ് റിട്ടയർഡ് SI ആർഷിദ് പറവൂർ, അനീസ് ഇബ്രാഹിം SIO ഏരിയ പ്രസിഡന്റ്, അനസ്, സഹോദരന്മാരെ, ഈ മഹത്തായ നമ്മളിന്ന് STBA പറവൂർ മണ്ഡലങ്ങളിൽ വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള സൗഹൃദ ഇഫ്താർ സമ്മേളനമാണ്. ഇന്ന് നമ്മുടെ കാലത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടവും ഒരു സൗഹൃദ അന്തരീക്ഷം നമ്മുടെ നാടുകളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സമയം കൂടിയാണ് ഈ റമദാൻ മാസം. റമദാനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പങ്കുവെക്കലിൻ്റെയും അതുപോലെ തന്നെ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും എല്ലാം മാസമാണ്. ദൈവം തമ്പുരാൻ മനുഷ്യനോട് കൽപ്പിച്ചു, നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം, അത് നിർബന്ധമായ ഒരു ബാധ്യതയായി മനുഷ്യനെ കൽപ്പിച്ചു. അതനുസരിച്ച് ഇന്ന് ഭൂമിയിലുള്ള ആളുകൾ ദൈവത്തിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കണം. അതിൽ ആഘോഷം നടക്കുമ്പോൾ മറുമതക്കാരൻ്റെ വിശ്വാസ സംവിധാനം, ആ സാമൂഹിക സാഹചര്യം സ്വാഭാവികമായും ഉണ്ടായതല്ല. അത് ജനാധിപത്യത്തിൻ്റെ വിടവിലൂടെ രാജ്യത്ത് സംഘപരിവാർ അധികാരത്തിലേക്ക് വന്നപ്പോൾ ഈ രാജ്യം എത്തിപ്പെട്ട ഒരു ദുരന്ത അവസ്ഥയാണ്. ആ ദുരന്താവസ്ഥ കേവലം ഒരു മസ്ജിദിന്റെ അക്രമത്തിൽ നിന്നോ അതിൻ്റെ തകർച്ചയിൽ നിന്നോ മാറി നമ്മുടെ നാട് തന്നെ ഒരു വിഭാഗീയതയും വിദ്വേഷത്തിനെയും ഒക്കെ വളരെ കലുഷിതമായൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ നോമ്പുതുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അതൊരു വലിയ മാറ്റമല്ല. SDPI ഒരു പൊളിറ്റിക്കൽ ലൈനിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. SDPIക്കോ കോൺഗ്രസ്സുകാർക്കോ കമ്മ്യൂണിസ്റ്റുകാർക്കോ വെൽഫെയർ പാർട്ടിക്കാർക്കോ BJPക്കാർക്കോ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ അജണ്ടയിൽ പറഞ്ഞ സാധനമല്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ആഘോഷവും അവരുടെ ഉന്മാദവും ഒക്കെ എന്ന് പറയുന്നത് ഇലക്ട്രൽ പൊളിറ്റിക്സാണ്, രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പാണ്. അതാണ് അവരുടെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ പോലും സൗഹൃദ ഇഫ്താർ എന്ന് പറയപ്പെടുന്ന സാധനം സംഘടിപ്പിക്കേണ്ടി വരുന്നു. സൗഹാർദ്ദം പങ്കിലൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു റമദാനിൽ മാത്രം പോലെ. ഇപ്പോൾ ഇവിടെ CPMന്റെ ലീഡർഷിപ്പ് വരാനിരിക്കുന്നു, കോൺഗ്രസിന്റെ KP ധർമാനം കൂടെ വരേണ്ടതാണ്. ഇന്ന് വൈകുന്നേരം അവരുടെ മീറ്റിംഗ് CPMന്റെ ഷൈല ടീച്ചർ മൂത്തൊന്നും വരുന്നതിൻ്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് വൈകുന്നേരം 5 മണിക്ക് അടിയന്തരമായി സംഘടിപ്പിക്കുന്നതിലും അത്ര പാർട്ടിയുള്ള ആളുകൾ വളരെ കുറവാണ് വന്നത്. ഇത് എത്താൻ സാധ്യത കുറവാണ്. ഞാൻ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുമിച്ചിരിക്കാൻ ഒരു റമദാൻ മാസം വരേണ്ടിയിരിക്കുന്നു എന്നതുപോലും അപകടം. ഏത് ഘട്ടത്തിലും സംഘപരിവാറിന്റെ പക്ഷത്ത് അതിന്റെ സർവ കോമ്പല്യങ്ങളുമായി രാജ്യത്ത് ആക്രമിക്കാൻ നിൽക്കുമ്പോൾ ഈ രാജ്യത്തെ സംഘപരിവാർ ഇതര ശക്തികൾ ഒരുമിച്ചിരിക്കാൻ അവർക്കൊരു ഫോർമാലിറ്റി പോലും വേണ്ട. അങ്ങനെ ഒരുമിച്ചിരിക്കാനുള്ള ഘടകം കൂടി ഉണ്ടാകേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനൊരു റമദാനോ ഒരു പെരുന്നാളോ ഒരു വിഷുവോ ഒരു ഓണമോ ആകാൻ കാത്തിരിക്കരുത്. ധൈര്യമായി മറുപക്ഷക്കാരായ രാഷ്ട്രീയ പ്രതിയോഗിയെ SDPക്കാരനെ പിടിക്കാൻ കഴിയണം. രാഷ്ട്രീയ പ്രതിയോഗിയായ CPMനും കോൺഗ്രസ്സുകാരനും ലീഗുകാരനും വെൽഫെയർ പാർട്ടിക്കാരനും BJPക്കാരനും SDPക്കാരനും കഴിയണം. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള മുൻനിരുക്കം ഉണ്ടാകണം. പരസ്പരം മനസ്സിലാകവും സന്തോഷവും പങ്കിടാൻ രാഷ്ട്രീയ ചിന്തകളും ചർച്ചകളും പ്രാദേശികമായി ഒരുപാട് പേർ ഇതിനേക്കാളും പ്രായവും പക്വതയും രാഷ്ട്രീയ ബോധവും അതുപോലെ തന്നെ വളരെ ഐക്യപൂർവ്വം പരാമർശിക്കപ്പെടുന്നില്ല. ഇസ്ലാമിനോട് മാത്രം ചേർത്തുകൊണ്ട് ഭീകരത. ഏതായാലും ഈ ആഘോഷവും മറ്റും 99 ഒരു ഹോളി ദിവസം ഞാൻ ഡൽഹിയുടെ അവിടെ മഹാപമായിട്ടുള്ള ഈ കളർ വിതരണവും മറ്റുമൊക്കെ നടക്കുന്നത്. ആ സമയത്ത് ഞാൻ വളരെ ഹോളിലൂടെ നടന്നു പോയതാണ് എൻ്റെ ഹോളിയിലേക്ക് പോകുന്നത്. എന്നെ സ്നേഹത്തോടും ആദരവോടും കൂടിയാണ് ഹോളി ആഘോഷിക്കുന്ന സഹോദരന്മാരെ കണ്ടത്.
പലരുടെ ശരീരത്തിലേക്കും ഇങ്ങനെ കളകൾ തൂത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നാ പ്രത്യേകിച്ചിരിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നത് സമൂഹത്തിൽ ഇങ്ങനെയുള്ള സൂചിപ്പിക്കപ്പെട്ട ഭക്ഷിക്കാൻ പറ്റുന്ന ജീവികളാണ്. അപ്പൊ ഈ പുലി പറയും പുലിയെ കാട്ടിൽ ഭയങ്കര ഓട്ടക്കാരാണ്. അവർ ഓടിക്കഴിഞ്ഞാൽ എനിക്ക് കൊത്തിന്റെ പുലി പോയിട്ട് കിട്ടില്ല, മായ കാണിക്കും. അവർ കൊമ്പെടുത്ത് അവർ ഭയങ്കര ഓട്ടം, അവരെ കിട്ടാൻ പാടാം. അതേപോലെ തന്നെ ഇവര് മലയക്കുതിരെ കാട്ടും, നല്ല അടിയടിക്കാൻ പറ്റും. അതേപോലെ ജീറാഫിനെ കാണിക്കും, അവിടെ ചെല്ലാൻ പറ്റില്ല. കാട്ടുപോത്ത് അവിടെ ചെല്ലാൻ പറ്റില്ല. ഇതിലേക്ക് എളുപ്പം വല്ലാത്ത ജീവിതം അതാ നിൽക്കുന്നു വെച്ച് അവർ നിലങ്ങളില്ല, അവർ തുമ്പില്ല, അവർ പല്ലില്ല, അവർ ലോട്ടുള്ള വൃത്തിയാകും. ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നത് കൊല്ലുന്നത് ആവശ്യമാണ്. അതാണ് ചെയ്യുന്നത്. എന്ത് വെച്ചാണ് അറിയാമോ? അത് ബുദ്ധി വെച്ചാണ്. ബുദ്ധി വെച്ചാണ് അവർ നമ്മളെ ഈ രാജ്യത്ത് വെച്ചുപിടിക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ വെച്ചാണ്. ഇന്നലെ വരെ 1948 അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ പ്രദേശത്ത് നമ്മുടെ മനസ്സിൽ നിന്നും ഈ സൗഹൃദം വിട്ടു പോയിട്ടില്ല. സൂചിപ്പിച്ച പോലെ തന്നെ ആ ഫുട്ബോൾ കളിച്ചൊക്കെ എപ്പോഴും പറയാറുണ്ട്, ആ സ്നേഹം ഒരിക്കലും വിട്ടുമാറില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഇത് സ്പോൺസേഡ്, ഗവൺമെന്റ് സ്പോൺസേഡ് അജണ്ടയാണ് ഇത്തരത്തിലൊരു വെറുപ്പ് സൃഷ്ടിച്ചെടുക്കുക. അതിൽ അവർ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ അത്തരം സാഹചര്യത്തിൽ ഇത്തരം സൗഹൃദ രീതികൾ ഉദ്ഘാടനം സൂചിപ്പിച്ച പോലെ മോഡി അത് നടത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നടത്തും എന്ന് പറയുന്ന ആ ഒരു സന്ദേശം വളരെ സന്തോഷം ഉറവാക്കുന്നതാണ്. ഒരാളായിട്ട് സംസാരിച്ചു. ഇന്ത്യയിലെ സംഘപരിവാറുകളുടെ അത് കാരണം ഇഷ്ടമല്ലാതെല്ലാ മനുഷ്യരെയും നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ യാതൊരു ജനാധിപത്യ മര്യാദയില്ലാത്ത വേട്ടയാടൽ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് SDP. മതത്തിന്റെ പേരിൽ, ആചാരങ്ങളുടെ പേരിൽ നടക്കുന്ന പേക്കൂട്ടുകൾ, പലരും ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും റംസാൻ വന്നാലും എല്ലാവരും ഒത്തൊരുമയോടുകൂടി റമദാൻ നോയമ്പ് തുടങ്ങിയിട്ട് കഠിനമായ ഒരു വ്രതത്തിലൂടെയാണ് നമ്മുടെ സഹോദരന്മാരെല്ലാവരും തന്നെ ഈ ഒരു മാസക്കാലം അത്രയും നോയമ്പ് എടുത്തുകൊണ്ട് ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളിലൂടെ പരസ്പര സാഹോദര്യവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കുന്നതിലൂടെ തന്നെയാണ് അനിശ്ചിതമായിരിക്കുന്ന ആ ദൈവവിശ്വാസത്തിന്റെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്നത്. നമുക്കറിയാം, ഉദയം മുതൽ വെളുപ്പിനെ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് സാഹോദര്യം നിലനിർത്താൻ, മനുഷ്യ മനസ്സുകളെ അടുപ്പിക്കാൻ കഴിയുന്നതാണ് ഈ സന്ദേശം. എന്തിനാണിങ്ങനെ ഇസ്ലാം സഹോദരന്മാർ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആ ദൈവവിശ്വാസം ഉള്ളവർക്ക് ഈ സമൂഹത്തിൽ കാണുന്ന തെറ്റുകളോ പ്രവർത്തനങ്ങളോ ചെയ്യാൻ കഴിയും. മനുഷ്യസഹജമായ തെറ്റുകൾ പറ്റാത്തവരാരും ഇവിടെ ഈ റംസാൻ മാസം നമ്മൾ എല്ലാ ആഗ്രഹങ്ങളും വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ തെറ്റുകളിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ
Thank you.